ജൂലൈ 22 കഴിഞ്ഞിട്ടുള്ള ഓർഡറായിരുന്നു ടെമ്പററി ഓർഡർ എന്ന് പറയുന്നത്. ഈ ഭാഗമാണ് ഈ ലൈൻ വരച്ചതിൻ്റെ അപ്പുറം ഞാൻ രണ്ടും എടുത്ത് സൈഡായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ഇതാണ് പേജ് 1 ഏറ്റവും അവസാനത്തെ ലൈൻ, നമ്പർ 2, ഐറ്റം നമ്പർ 2. ഇവിടാണ് ഇതാരാ കൊണ്ട് കൊടുത്തത്? ഇതാണ് അസിസ്റ്റന്റ് DMOട് ടെക്നിക്കൽ അസിസ്റ്റന്റ് കൊണ്ട് കൊടുത്തത്. അവർ കൊടുത്തതല്ല, ഇത് പഞ്ചായത്തിൻ്റെ വക്കീലാണ് കൊണ്ട് കൊടുത്തത്. അവനാ ഇത് ഫയൽ ചെയ്തിരിക്കുന്നത്. സോ അവൻ്റെ കുത്തുകളിയാണ് ഇത്. സോ അതിൻ്റെ കമൻറ്റ് ഞാൻ ഇവിടെ സൈഡിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ കാണിച്ചിട്ടുള്ള തരവഴിയാണ് ഇതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് പറയുന്നത് എന്തുവാ? അവൻ പറയുന്ന ഡിസ്പേർഷൻ അവർ കൺക്ലൂഡ് ചെയ്ത് കോർട്ടിന് അവർ പറഞ്ഞെങ്ങനെ മനസ്സിലാക്കിയത്? that there is no material of such to establish any pollution from the activity in question. ഇതെവിടാണ് ഇതിൻ്റെ വലിയ കുഴപ്പം കാണിച്ചിരിക്കുന്നത്? അതല്ല ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. പക്ഷെ അതങ്ങനെ അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. കാര്യം കോർട്ടിൽ ഇവരൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ കുറച്ചുകൂടെ ആഡ് ചെയ്യും, കുറച്ചുകൂടെ തള്ളിക്കളയും. അത് നമ്മുടെ വക്കീലായിരിക്കും പറഞ്ഞത്. പക്ഷെ നമ്മൾ ആരും അവിടെ ഇല്ലല്ലോ. എവിഡൻസിന് കാണാനും കേൾക്കാനും ഒന്നും ഇത് പ്രൈവറ്റ് ചേംബേഴ്സിൽ പറഞ്ഞാന്നൊന്നും നമുക്കൊന്നും അറിയത്തില്ല. എന്ത് തന്നെ ആയിക്കോട്ടെ, അത് കഴിയുമ്പോൾ ഇത് തന്നെയാണ് ആ അസിസ്റ്റന്റ് DMO എസ്റ്റാബ്ലിഷ് ചെയ്ത കാര്യം അവർ പറയുന്നത് പൊല്യൂഷൻ ഇല്ലെന്ന് അവർ കൺക്ലൂഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഇതെല്ലാം ഒരു കോൺസ്പിറസിയാന്ന് തന്നെ വിചാരിച്ചോണം. അതായത് വേണുഗോപാൽ ഇതിൻ്റെ അകത്ത് കൈയുണ്ട്, ഇതിൻ്റെ അകത്ത് വളരെ സ്ട്രോങ് കൈയുണ്ട്. അതിൻ്റെ കൂടെ സ്റ്റാൻഡിങ് കൗൺസിൽ, അതായത് സ്റ്റാൻഡിങ് കൗൺസിൽ ഫോർ ദ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അവൻ പറഞ്ഞ കള്ളം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യാതെ ജൂലൈ 3 മുതൽ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യാൻ ലൈസൻസ് ക്യാൻസൽ ചെയ്തിരിക്കുന്ന പ്ലാന്റിന് an inspection was conducted on the 20th എന്നാണ് പറയുന്നത്. എന്തോ only minor defects. അതിന് മുമ്പുള്ള വീഡിയോ നോക്കുമ്പോഴും ലീക്ക് കാണുന്നുണ്ട്. എങ്ങനെ അത് മൈനർ ഡിഫക്ട്സ്? ഓഫ്കോഴ്സ് അന്ന് ആ ദിവസം 20th ഒരു കുന്തവും ചെയ്യാനൊക്കത്തില്ല. എന്നിട്ട് പോലും ഓക്കെ, അതുകൂടെ പോയി. അതിനെപ്പറ്റി ഞാൻ ചെക്കുള്ള കമൻസ് ഇവിടെ പാസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വക്കീൽ കാണിക്കുന്ന തരവഴിയാണ്. പഞ്ചായത്തിൻ്റെ വക്കീൽ, പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇതൊന്നും വായിച്ച് മനസ്സിലാക്കാൻ ഒരു കഴിവുമില്ല. വക്കീൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യമായി ഇതൊക്കെ. എന്നിട്ട് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ബാക്കിയുള്ളവരെല്ലാം ഇഡിയറ്റ്സ് ആണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. 3 തന്നെ നോക്ക്. However, it is made clear the pollution board and the district marine can look into the complaints. അവരിത് രണ്ടും ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനെ വഴിയില്ലെന്നാണ് പറയുന്നത്. ഞാൻ നോക്കുമ്പോൾ 1 മാസത്തെ ഓപ്പറേഷൻ ഷാൽ സ്റ്റാൻഡ് സ്റ്റേറ്റ് ഫോർ 1 month എന്നാണ് പറയുന്നത്. ഒഫ്കോഴ്സ് കള്ളത്തരം ഇതുവരെ നമ്മൾ എക്സ്പോസ് ചെയ്തിട്ടില്ല കോടതിയിൽ. നമുക്കതിന് ചാൻസ് കിട്ടിയിട്ടില്ലെന്നാണ് ഞാൻ കേൾക്കുന്നത്. ഓക്കെ, നമ്പർ 3 പറയുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആസ് വെൽ ആസ് ഡിസ്ട്രിക്ട് മെഡിക്കൽ ക്യാൻ ലുക്ക് ഇൻ ടു ദ കംപ്ലയിന്റ്. അവർ രണ്ടും നോക്കുന്നില്ല. പിന്നെന്താ ചെയ്യുന്നത്? ഫോർവേഡഡ് ടു ദം ബൈ ദ പഞ്ചായത്ത് ആൻഡ് സജസ്റ്റ്. സോ ഇവർ രണ്ടും ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ പഞ്ചായത്തിനാണ് ഓവർ റൈഡിങ് എഫക്റ്റ് ഉള്ള. പഞ്ചായത്താണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത്. Panchayat has to handle this. So അന്നേരം 3 weeks ഒരു ഹിയറിംഗ് ഒക്കെ വരുമെന്ന് അത് നടന്നില്ല. ഓഫ്കോഴ്സ് 28 പോസ്റ്റ് ചെയ്തത് നടന്നില്ല. അവനെന്തോ ഒബ്ജക്ഷൻ ഉണ്ട് പോലും. സോ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? ഇവർക്ക് ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാനുള്ള പ്രയാസം കൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത്. അല്ലെങ്കിൽ രണ്ട് തട്ടിൻ്റെ ആവശ്യമുണ്ടോ? ഇത് അങ്ങനെ എവിടെ ഇതിൻ്റെ കുഴപ്പം? എവിടെയാണ് ഇതിൻ്റെ പ്രശ്നം? ഇംഗ്ലീഷിൽ ചോദിച്ചാൽ വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്.
How stupid can you be? ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, ഏത് ഭാഗമാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? PCB യും DMOയും അത് ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോഴത്തെ സ്റ്റേറ്റസ് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിവില്ലയോ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ കേപ്പബിലിറ്റീസ് ഇല്ലയോ? വക്കീലിൻ്റെ കുഴപ്പമായിരിക്കും അത്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവർ ആരെങ്കിലും സെക്രട്ടറിയെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് ആ പൊട്ടൻ വക്കീലിനെ അങ്ങ് മാറ്റിപ്പോയി. Venugopal is an idiot. And what happened to the PCB vakil in the air? What is it? PCB engineer in the air. Where is the PCB engineer? PCB engineer കണ്ടില്ലല്ലോ, വിളിച്ചിട്ട് കേൾക്കുന്നില്ലല്ലോ, ആരും കോൾ എടുക്കുന്നില്ല. എന്താ പ്രശ്നം ഇവിടെ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, പോലീസിന് റിപ്പോർട്ട് ചെയ്യണം. ഈ സിറ്റുവേഷൻ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരു രീതിയിൽ ഇത് ഒക്കത്തില്ല. ലോജിക്കലി ഒക്കത്തില്ല, ലീഗലി ഒക്കത്തില്ല.